ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട 18 മരണം, മരിച്ചവരിൽ 3 കുട്ടികളും. 30-ലധികം പേർക്ക് പരിക്ക്. കുംഭമേളയിൽ പങ്കെടുക്കാനായി പോകുന്ന യാത്രക്കാരാണ് ദുരന്തത്തിൽ മരിച്ചത്. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം. നമുക്കറിയാം, ട്രെയിനുകളിൽ നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഹരിത സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വലിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും. ഈ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് പോകാൻ ആളുകൾ അല്ലെങ്കിൽ പോകാനുള്ള ആളുകൾ എത്തിയതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെ ഈ ഒരു പ്രയാഗ്രാജിലേക്ക് പോകാനുള്ള ആളുകൾ എത്തുകയും വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുകയും അതിനെ തുടർന്നുണ്ടായ അപകടത്തിലാണ് ഇപ്പോൾ 18 പേർ മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് LNJP ആശുപത്രി അറിയിച്ചിരിക്കുന്നത്. അപകടത്തിൽ 18 പേർ മരിക്കുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മരിച്ചവരിൽ 4 കുട്ടികളും 11 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ പ്രയാഗ്രാജിലേക്ക് പോകാനുള്ള ട്രെയിനുകൾ വൈകിയെത്തിയതും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകൾ മാറിയെത്തിയതുമെല്ലാം തന്നെ ഇത്രയും വലിയ ഒരു തിക്കിലേക്കും തിരക്കിലേക്കും ഒക്കെ പോകാനുള്ള ഒരു സാധ്യത കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപകടത്തിൽ ഈ 14-15 ഡൽഹിയിലെ 14-15 പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് വളരെ വലിയ ഒരു തിരക്കാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അപകടത്തിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിക്കുള്ള അറിയിപ്പുകളെല്ലാം തന്നെയാണ് ഈ ഒരു ഡൽഹിയിലെ ഈ ഒരു റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. റെയിൽവേ മന്ത്രാലയവും അറിയിച്ചത് ഇത്തരത്തിലൊരു അപകടമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. പിന്നീട് ദൃശ്യങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് വളരെ വലിയ രീതിക്കുള്ള ഒരു അപകടമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നത്. എന്തായാലും അപകടത്തെ തുടർന്ന് പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും എല്ലാം തന്നെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കുറച്ചു മുൻപ് മുഖ്യമന്ത്രി അതിഷിയും ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പരിക്കേറ്റവർക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതിഷിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അധികൃതർ ഇത്രയും വലിയ തിരക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു തിരക്ക് നിയന്ത്രണ വിധേയമാക്കണമായിരുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണമായിരുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളെല്ലാം തന്നെ അപകടത്തിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിക്കുള്ള ഒരു അപകടം തന്നെയാണ്. 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവർക്കെല്ലാം തന്നെ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിഷിയും അറിയിച്ചിട്ടുള്ളത്. ഹരിത.